യൂട്യൂബിൽ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാം, പക്ഷേ ക്രോം അങ്ങനെ പറ്റില്ല. പിന്നെ എങ്ങനെ സ്വിച്ച് ചെയ്യും? അതായത് നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമുക്കറിയാം ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ തമ്പനെയിൽ യൂട്യൂബ് എന്ന് കൊടുത്തതേ ഉള്ളൂ. ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉള്ളവരെ കാര്യമാണ് പറയുന്നത്. അക്കൗണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ക്രോമിൽ അങ്ങനെ പറ്റില്ല. പക്ഷേ നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ പറ്റും. അതായത് ട്രിക്ക് ഉപയോഗിച്ചാൽ ക്രോമിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് എത്ര അക്കൗണ്ട് വേണോ ക്രോമിൽ മൾട്ടിപ്പിളായിട്ട് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ട്രിക്ക്, അതായത് ക്രോമിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലവർക്കും അറിയാമായിരിക്കും, അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾക്കാണ് അവർക്ക് വേണ്ടി ചെയ്യുന്ന മാത്രം വീഡിയോ ആണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ചാനൽ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യണം, മൾട്ടിപ്പിൾ അക്കൗണ്ട് ഗൂഗിൾ ക്രോമിൽ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു അക്കൗണ്ടാണ് സെലക്ട് ആയി കിടക്കുന്നത്. ശേഷം ഇവിടെ ഫയൽ ഡൗൺലോഡ് കിടന്നുകൊണ്ടാണ് അത് ഞാൻ ക്യാൻസൽ എടുത്തു. ശേഷം ഇവിടെ അക്കൗണ്ട് മാറ്റി അതായത് സ്വിച്ച് ചെയ്ത് ഗൂഗിൾ ആപ്ലിക്കേഷനൊക്കെ പോലെ തന്നെ ക്രോമിൽ എങ്ങനെ സ്വിച്ച് ചെയ്യാം. നമ്മൾ സാധാരണ അക്കൗണ്ടിൻ്റെ ഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. നമുക്ക് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഇവിടെ സ്വിച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷനും കാണുകയില്ല. പക്ഷേ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എത്ര അക്കൗണ്ട് നമുക്കുണ്ടോ അതൊക്കെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ ആവശ്യത്തിനനുസരിച്ച് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് ഒരു വരിയേ ഉള്ളൂ. നമുക്ക് ഈ അക്കൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ നിലവിൽ ക്രോമിൽ സൗകര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്രോമിൽ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ അക്കൗണ്ട് ഇല്ലാതെ ഇതിനെ സൈനിങ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട അക്കൗണ്ട് ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് ക്രോമിൽ മൾട്ടിപ്പിളായിട്ട് യൂസ് ചെയ്യേണ്ടത് വേണ്ട സമയത്ത് ഈ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ സൈനിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ ക്രോം സൈനിങ് ഔട്ട് ആവും. ശേഷം നിങ്ങൾക്ക് ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ട്, അതായത് ക്രോമിൽ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ആരോ മാർക്ക് കാണാൻ സാധിക്കും. മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇവിടെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ടോ അത്രയും അക്കൗണ്ട് കാണിക്കും. എനിക്കിപ്പോൾ ഇവിടെ 2 അക്കൗണ്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് 2 എണ്ണം കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ അക്കൗണ്ട് സെലക്ട് ചെയ്യാണ്. രണ്ടാമത്തെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് അവിടെ സൈനിങ് ആയി വന്നതായിട്ട് കാണാം. ഓൾറെഡി അതവിടെ സൈനിങ് ആയി കിടന്ന ഒരു അക്കൗണ്ടാണ്. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇവിടെ പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളെ പേരിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈനിങ് ഔട്ട് കൊടുക്കുക. സൈനിങ് ഔട്ട് എടുത്തതിന് ശേഷം വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ സ്വിച്ച് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിലാണോ ക്രോം സ്വിച്ച് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യം രണ്ടാമത്തെ അതായത് നിലവിൽ കിടന്ന ഒരു അക്കൗണ്ട് വെച്ചാണ് വീണ്ടും സൈൻ ഇൻ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന പുതിയ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ ക്രോമിൽ അക്കൗണ്ട് സ്വിച്ച് ചെയ്ത് യൂട്യൂബിനെയൊക്കെ പോലെ തന്നെ ഉപയോഗിക്കേണ്ട യഥാർത്ഥ ശരിയായ രീതി ഇതാണ്.
അപ്പോൾ ഇത് അറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും അറിഞ്ഞൂടാത്ത ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. കാരണം അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കണം അവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ വീഡിയോ അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.